ഹലോ നമസ്കാരം, ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം സാംസങ്. പഴയ മറ്റേ ജാംബുവാലൻ്റെ മറ്റേ ഫോൺ കാണിക്കാനല്ല, ഏറ്റവും ലേറ്റസ്റ്റും ഏറ്റവും ഇന്നോവേറ്റീവും ഏറ്റവും പുതുമയായ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും അത്യാവശ്യം സാംസങ് ആദ്യമായി ഇറക്കുന്ന എന്താ പറയുക, ഒരു വെറൈറ്റി ഫോൾഡബിൾ ഫോണുമായിട്ടാണ് ഞാൻ. സാംസങ് ഗാലക്സി സി ഫോൾഡ് 8. നമുക്കെന്തായാലും മടിച്ച് നിൽക്കാതെ ഇത് അൺബോക്സ് ചെയ്യാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെട്ടിയായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പാസ്പോർട്ട് സൈസ് ലുക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ആപ്പിളിനെ കോപ്പി അടിച്ചതല്ല. ആദ്യം അതൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ചെക്ക ഉണ്ടല്ലോ ഓപ്പോ, അവനാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇറങ്ങുന്നത്. എൻ്റെ പയ്യെ, എൻ്റെ സ്വന്തം അവനാണ് ആദ്യം ഇറങ്ങണം. പിന്നെ പിക്സൽ ഇറക്കി, അതിനുശേഷം ചൈനയിലൊരുതാണ് ഒരു കുവാവി എന്ന് പറഞ്ഞാൽ അവ ഇറങ്ങി. ആരും മൈൻഡ് ചെയ്യാൻ. പക്ഷേ അതിന് ശേഷം നമ്മൾ ഇറക്കും, എന്നിട്ട് മറ്റേ ഇറക്കും. ആര്? ആപ്പിൾ. കുറേ അസൂയക്കാരെന്ന് പറയും, ആപ്പിള് ഡിസ്പ്ലേ ഓർഡർ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഫോൺ ഉണ്ടാക്കിയത്. പിന്നെ അതിന് മുന്നേ നമുക്ക് തല വരൂലല്ലോ, പിന്നെ ആപ്പിൾ ഉണ്ടാക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ആപ്പിളിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം ഏറ്റവും കൂടുതൽ വിറ്റ് പോകുമ്പോൾ എപ്പോഴെന്ന് അറിയുമോ? ബുദ്ധി നോക്കണേ. ഈ ആപ്പിള് എങ്ങനെ പോയാലും ഒരു $2,500 ഇറക്കാൻ പോകുന്നത്. അതായത് നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയാവും. ഇതേ ഫോം ഫാക്ടറാണത്. 2 ക്യാമറയും പരിപാടികളും. എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരുമെന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ആസ് ഫാർ എസ് ഐ നോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം ആ കൂടിയ വിലയുള്ള സാധനം എടുക്കണേന്ന് നോക്കുമ്പം ഇത് നോക്കുമ്പോൾ 1,79,000 രൂപയേ ഉള്ളൂ. എനിക്കറിയാം അത് വലിയ കൂടുതലാണെന്ന്, പിന്നെ പോലും 1,79,000 രൂപയ്ക്ക് ആപ്പിളിൻ്റെ അതേ ഫോം ഫാക്ടറിൽ നിങ്ങൾക്ക് സാംസങ് തരുന്നു. സാംസങ്ങിൽ എന്താണുള്ളത്? നല്ല സോഫ്റ്റ്വെയർ, നല്ല ഹാർഡ്വെയർ, നല്ല ക്യാമറ, എല്ലാം ഇതിലും കിട്ടും. അതിൽ എടുക്കുന്നതിനെക്കാട്ടിലും ഇതെടുക്കാം. ഏത് എൻ്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാണല്ലോ, വിമാനം പോലെയാണ്. എന്തിനാണെങ്കിലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. ബോക്സിൻ്റെ അകത്ത് ഒരു വയറ് മാത്രമേ ഉള്ളൂ, ആരും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, അതിൽ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല. പിന്നെ ഇത് 256 GB സാധനമാണ്. ലാവൻഡർ കളർ. ഇതിൽ നമുക്ക് ലാവൻഡർ കളറുണ്ട്, കറുത്ത ഗ്രാഫൈറ്റ് കളറുണ്ട്, പിന്നെ ഒരു വെള്ളയുണ്ടെന്ന് തോന്നുന്നു, പിന്നെ ഒരു പിസ്താഷ്യോ എന്നൊരു കളറുണ്ട്. അത് ഓൺലൈൻ മാത്രമേ കിട്ടുള്ളൂ. പെട്ടി എന്ന് പറയുന്നത് ഇതാണ് പെട്ടി, നല്ല ചെറിയ പെട്ടിയാണ്. ഇത് 256 GB നമുക്ക് ദാണ്ട് ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വയറും സിം എജക്റ്റിംഗ് ടൂളും ഇവിടെ ഉണ്ട് കേട്ടോ, അതായത് കേബിൾ. വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല, പ്രതീക്ഷിക്കേണ്ട. സിം എജക്റ്റിംഗ് ടൂൾ ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയാടാ തുറക്കണത്? അവിടെ നിന്ന് ഇവിടെ നിന്നും തുറക്കാവോ? എൻ്റെ ഒരു ആവശ്യമില്ല. ചെറിയൊരു ബുക്കും പേപ്പറും വയറും ചെറിയൊരു ബുക്കും പേപ്പറും, പിന്നെ സിം എജക്റ്റിംഗ് ടൂൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ എൻവയോൺമെൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉടനെ തന്നെ ഈ കേബിളും പോവും. മൊത്തത്തിൽ രക്ഷപ്പെടുത്തണമല്ലോ എൻവയോൺമെൻറ്റിനെ, അല്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ ഇനി തൊട്ട് ഫോണിൽ പെട്ടി മാത്രമേ കാണുള്ളൂ. പെട്ടിയിൽ ഫോൺ മാത്രമേ കാണത്തുള്ളൂ. എല്ലാവരും ഒന്ന് മനസ്സിപ്പോഴേ അങ്ങ് വെച്ചേക്കണം കേട്ടോ. ബാക്കിയുള്ള ചൈന കമ്പനി പോലെയൊന്നുമല്ല, നമുക്ക് ഇത്തിരി പ്രകൃതിയുടെ അടുത്തൊരു സ്നേഹമുണ്ട്. നമ്മൾ ഭയങ്കര ലിവ് ടു ദ നേച്ചറാണ്. നമ്മൾ മറ്റേ ട്രീ ഹഗ്ഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി മരത്തിനെ കെട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഫോൺ. ഓ വാവ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോം ഫാക്ടർ. വേറെ ഒന്നുമില്ല, പെട്ടി മാറ്റി വയ്ക്കാം. ഇത് 256 GB സ്റ്റോറേജാണ്. ഇപ്പം നിങ്ങൾക്ക് നേരത്തെയൊക്കെ പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 256 GB പ്രൈസിന് 512 ഒക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അതൊക്കെ നിങ്ങളിഷ്ടം. സാംസങ്ങിൻ്റെ കഫേ പോവുകയാണെങ്കിൽ മന്ത്ലി 5,000 രൂപയ്ക്ക് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 5,000 മന്ത്ലി വെച്ചിട്ടൊരു EMI പ്ലാൻ വരുന്നുണ്ട്. പിന്നെ ദുബായിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 7,199 ദിർഹംസിനാണ് ഈ സാധനം വരുന്നത്. ഞാൻ പറഞ്ഞ സെയിം സാധനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 512 GB കിട്ടും 256ൻ്റെ വിലയിൽ. ഓക്കെ, ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, എന്തിനാണെങ്കിലും നമുക്കിത് തുറക്കാം. ഇതാകാം. ആദ്യം പുറഞ്ഞാണോ? ഇതിൽ ASMR പിടിക്കാം. അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം ഈ പറയുന്ന അകത്തൊരു ടൈറ്റേനിയം ഫ്ലെക്സ് ടൈറ്റേനിയം എന്ന് പറഞ്ഞൊരു ടെക്നോളജീസിന്, അതായത് ഒരു ടൈറ്റേനിയം ലെയർ ഓഫ് ഷീറ്റ് നമ്മളിതിൽ വെച്ചിട്ടുണ്ട്.
ഗ്രീസ് നമ്മുടെ ക്രീസിനെയൊക്കെ കുറയ്ക്കാനാണ്. ക്രീസ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, ക്രീസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളാണ്. മിക്കവാറും അടുത്ത വർഷത്തേക്ക് നമ്മൾ മൊത്തത്തിൽ ക്രീസ് കളയും. അതാണ് നമ്മളുടെ എയിം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് പവർ ബട്ടണിലാണ്. നമുക്ക് ഈ പറയുന്ന അകത്ത് ഇത്രയും സ്ലിം ആയിട്ടുള്ള ഇത്രയും സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫോൺ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും? നിങ്ങൾ പറ. ഈവൻ അടച്ച് വെച്ചാലും ഓ മാൻ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോം ഫാക്ടർ. എന്താ സ്ലിം, ഓ നൈസ്. ഏകദേശം 201 ഗ്രാം എന്തേ ഉള്ളൂ ഇതിന്. അത് നമുക്ക് കൈ പിടിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടും കേട്ടോ. ബട്ട് ദ ഫോം ഫാക്ടർ ഇസ് ഇൻസെയിൻ. എനിക്ക് വയ്യ. നിങ്ങളെല്ലാവരും ചോദിച്ച് വെറൈറ്റി അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രാന്തൊന്നുമില്ല. നമ്മൾ മറ്റേതിൽ ഹാപ്പി ആയിരുന്നു, മറ്റേ ക്യാൻഡി ബാർ, മറ്റേ മോളിൽ മറ്റേ എക്സ്ട്രാ ഇത് കൊടുത്തിട്ട്. ബട്ട് ഇതിന് ഇതിൻ്റേതായ ഒരു ഇതുണ്ട്. നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ 10 പേര് നോക്കത്തുള്ളൂ, പുതിയ സാംസങ് ഫോൾഡല്ലേ അവൻ്റെ കൈ ഇരിക്കണത് എന്ന് നിങ്ങൾക്ക് 10 പേര് ചോദിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ എല്ലാവരും ഐഫോൺ മേടിക്കുന്നതിന് 10 പേരെ അറിയാൻ വേണ്ടി. അത് എസ്പെഷ്യലി അമ്മരെ ഇടിവെട്ട് സുഗുണൻ ഓറഞ്ച് കളർ ഇറക്കിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, 10 പേരെ അറിയാനായിട്ട് നിങ്ങളെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റാണ് ഇരിക്കണതെന്ന്. അല്ലെങ്കിൽ അമ്മമാർ അത് ഇറക്കിയൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഫോം ഫാക്ടറെ മാറ്റി. മനസ്സിലായില്ലേ? വേറെ ലെവലുടെ, വേറെ മാതിരി. ഇതിനെപ്പറ്റി നമുക്ക് ഞാൻ ഔദ്യോഗികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. 2 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത് ബാക്കിൽ, അൾട്രാ വൈഡും. ഇവിടെ 10 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും അകത്തും 10 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയുണ്ട്. നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ക്ലോക്ക്ഡ് ഫോർ സാംസങ് ഗാലക്സി എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് അതിനകത്തിരിക്കുന്നത്. ഓവർ ക്ലോക്ക് ചെയ്തേക്കുന്ന ഒരു ഗംഭീര ചിപ്സെറ്റാണ് ആ സാധനം അതിനകത്തിരിക്കുന്നത്. മനോഹരമായ ഡിസ്പ്ലേ, 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തരുന്ന ഡിസ്പ്ലേ ആണ്. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കൊണാൻട്രി അതൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ലേ, മനസ്സിലായി? ഭയങ്കരമായിട്ടുള്ള ഒരു ക്രീസ് വിസിബിലിറ്റി ഒന്നും ഇവിടെ ഇല്ല, പക്ഷേ ക്രീസ് ഉണ്ട്. നമ്മൾ ഈ സാധനം ഫീൽ ചെയ്യുന്ന സമയത്തും ഒരു കുഴി കൂടെ ഒന്നും പോണ പോലത്തെ ഒരു ഫീലിംഗും നമുക്കിവിടെ കിട്ടൂല. അതിനാണ് നമ്മൾ മറ്റേ ടൈറ്റാനിയം ഷീറ്റ് അത് ഇട്ടേക്കണത്. അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാൻ വെറുതെ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. സ്കിപ്പ്, ഡോണ്ട് കോപ്പി, നെക്സ്റ്റ്, സ്കിപ്പ്. ഓക്കെ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബാറ്ററി സേവ് ചെയ്യാൻ കേട്ടോ. 4800 mAh ബാറ്ററിയാണ് അതിൻ്റെ അതിരിക്കുന്നത്. നമ്മുടെ ഇല്ലേ ഗാലക്സി 8 അൾട്രയിൽ, അതിൽ കാർബൺ സിലിക്കൺ നമ്മൾ പതുക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 5000 mAh ഉള്ളൂ, പക്ഷേ നമ്മൾ പതുക്കെ കാർബൺ സിലിക്കൺ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെയൊക്കെ മറ്റേ ചൈന ഫോണിലൊക്കെ ഏകദേശം 20% ഒക്കെ കാർബൺ സിലിക്കൺ യൂസ് ചെയ്യാറുണ്ട് ബാറ്ററിയുടെ അകത്ത്. നമ്മൾ വളരെ കുറച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ലിത്തിയം അയോൺ തന്നെയാണ്. 4800 mAh ബാറ്ററിയാണ്. ആദ്യമായിട്ട് നമ്മൾ ഫോൾഡബിളിൽ ഫാസ്റ്റ് ചാർജിങ്, അൾട്രാ മെഗാ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നിരിക്കുകയാണ്. 45 വാട്ട്സിൻ്റെ. സന്തോഷമായില്ല എല്ലാവർക്കും? നമ്മൾ ഏറ്റവും വലിയ കുറ്റമായിരുന്നു 25 വാട്ടിലാണെന്ന് പറഞ്ഞാൽ 45 വാട്ട് ആക്കിയിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ഉണ്ട് 20 വാട്ടിൻ്റെ, 25 അല്ല 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ മറ്റേ മാക്സേഫ് റെഡിയാണ്. മറ്റേ മാക്സേഫിൻ്റെ മറ്റേ കേസ് ഇട്ടിട്ട് പ്ലച്ചനെ ഒട്ടിച്ചിട്ട് ചാർജ് ചെയ്യാം, മനസ്സിലായില്ലേ? പിന്നെ ഡെക്സ് സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ സകല സാധനങ്ങളുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചത് കേട്ടോ. യു ആർ വെൽക്കം. ഇതൊരു യു ആർ ഓൾ സെറ്റപ്പ് എന്ന്. ഞാൻ സെറ്റപ്പാണ്. ഓക്കെ, അതെനിക്കറിയാം, നീ പറയേണ്ട ആവശ്യമില്ല. മനോഹരമായി ഓണായിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് ഡിസ്പ്ലേ. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് എഗെയിൻ ഫ്രണ്ടിലും അത് തന്നെയാണ്. പക്ഷേ അധികം ഞാൻ ഇത് അങ്ങനെ ആൻറ്റി റിഫ്ലക്റ്റിംഗ് ആണ് കേട്ടോ. റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. എന്ത് രസം, എന്താ എന്തല്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കാണണോ, നിങ്ങൾക്ക് യൂട്യൂബ് കാണണോ? ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ജില്ലയാവും, മനസ്സിലായില്ലേ? സിനിമ കാണാനൊക്കെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐമാക്സ് ലെവലല്ല, ഐമാക്സിൻ്റെ ഫോർമാറ്റില്ലേ, സ്ക്വയർ ഫോർമാറ്റ് ഫുൾ ഫ്രെയിം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അല്ലാതെ ഐമാക്സും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ സ്ക്വയർ ഫോർമാറ്റിൽ പെടാന്ന് സാധനം കാണാം, ജില്ലായിട്ട്. ഇതിനി മറ്റേ അവൻ യൂസ് ചെയ്തിട്ട് അവൻ എന്തൊരു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ
പിന്നെ കുറച്ച് യൂസ് ടു ആവും നമ്മളിത് നമുക്ക് നമ്മൾ മറ്റേ ഈ സ്ഥിരം ക്യാൻഡി ബാറിൽ നിന്നും ഇതിലോട്ട് മാറുമ്പോൾ കിട്ടുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. പക്ഷേ ഞാൻ പറയില്ല, നിങ്ങൾക്ക് നല്ലൊരു നീളമുള്ള കൈയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ കൈ ഉണ്ടാക്കുക, ഇത് നാവിഗേറ്റ് ചെയ്യുക. കിടില ഫോൺ, വേറെ ലെവൽ. പരിപാടികളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറയില്ല, 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ എക്സ്റ്റേണൽ വാറൻറ്റി ഡെഫിനറ്റ്ലി എടുക്കുക. ഇതിൻ്റെ ഡിസ്പ്ലേനൊക്കെ വേണ്ടി ഡിസ്പ്ലേ പുകഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുക്കാൻ ശ്രമിക്കുക. പിന്നെന്തൊരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാംസങ്ങിൻ്റെ സർവീസൊക്കെ എല്ലായിടത്തും ഉണ്ട്. ലൈനൊക്കെ വീഴുമെന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യം അനുസരിച്ചൊക്കെ ഇരിക്കും. ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. ഒരു ലോട്ടറി എടുത്തതെന്ന് വിചാരിച്ചു, ഒരു ലൈനൊക്കെ വീണ് കഴിഞ്ഞാൽ ലൈൻ വീണോ, ഞാൻ മണ്ണിൻ്റെ മില്യനാണെന്നൊക്കെ ചിന്തിക്കുക. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മാറ്റിത്തരും, ആരും പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ അതാണ് എനിക്കെന്താണെങ്കിലും മനോഹരമായൊരു ഫോം ഫാക്ടറാണ് എനിക്കിവിടെ എടുത്തു പറയാനുള്ളത്. ഈ സിം സപ്പോർട്ട് വരുന്നുണ്ട്, NFC സപ്പോർട്ട് വരുന്നുണ്ട്, 2 സിം ഇടാനുള്ള പരിപാടി വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്പീക്കർ കൊടുത്തിരിക്കുന്നത്, 2 സ്പീക്കറേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. സെൽഫി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ വേറൊരു ക്യാമറയുടെ ആവശ്യമില്ല. ഇങ്ങനെ വയ്ക്കുക, വോളിയം ബട്ടൺ എവിടെ, ഇങ്ങനെ പിടിക്കുക, വോളിയം ബട്ടണിൽ നിൽക്കുക, ഫോട്ടോ എടുക്കുക. ഇതേപോലത്തെ മനോഹരമായ ഫോട്ടോസ്, ഇതേപോലെയല്ല, നല്ലപോലെ എടുക്കുക അറിയണവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലപോലെ മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുത്ത് തരും. പിന്നെ ഞാൻ പറയില്ല, നിങ്ങളൊരു സാംസങ് S26 അൾട്രയുടെയൊക്കെ ഒരു ക്യാമറ സിസ്റ്റമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഫോൾഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ വളരെ സ്ലിം ആക്കാനാണ് നമ്മൾ ഈ ഒരു സാധനത്തിനെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സെൻസേഴ്സും ചെറുതായിരിക്കും. മനസ്സിലായില്ലേ? ഇതൊന്നും നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ കിട്ടുന്ന ക്യാമറ സെൻസറൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാനായിക്കോട്ടെ, നിങ്ങളുടെ കുട്ടികളുടെ വീഡിയോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിലായില്ലേ? വീഡിയോ ഒക്കെ എടുക്കാനും അത്യാവശ്യം നൈസ് തന്നെയാണ്. എന്താണെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിഞ്ച് കുറച്ചും കൂടെ ഇതാണ് കേട്ടോ ഗൈസ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ, Z Fold ഇപ്പോൾ ക്യാമറ ഇത് നോക്കണം, കണ്ടില്ലേ, ഇത് പ്ലക്കൻ അങ്ങ് പോകുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിഗ്രിയിൽ വേണമെങ്കിലും നമുക്കിരുന്ന് വെക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഹിഞ്ച് അങ്ങനെയല്ല. ഇതൊരു അങ്ങനത്തെ ഒരു ഫോൾഡ് 8 അൾട്ര ഇല്ലേ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ ഫോൾഡ് 7 പോലെയല്ല. ഇപ്പോൾ നിങ്ങൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്താൽ യൂഷ്വലി മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾസ് വരും, ഇവിടെ പ്രിവ്യൂ വരും. അതിവിടെ ഇല്ല. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല, ഇത് വേറെ, അത് വേറെ. ഇതിങ്ങനെ നിൽക്കില്ല. ഇതിൻ്റെ ഹിഞ്ച് പടപടയെന്നിങ്ങനെ ഇവിടം വരെ നിൽക്കത്തുള്ളൂ മാക്സിമം. ഇതിൻ്റെ അപ്പുറം ഒന്ന് പോയി കഴിഞ്ഞാൽ പ്ലക്കനെ പോവും. ഇവിടം വരെ അത്യാവശ്യം നിൽക്കും കേട്ടോ. ഇങ്ങനെ ടക്കനെ പോവും, പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേപോലത്തെ അങ്ങനത്തെ ഒരു കട്ടിയുള്ള ഹിഞ്ചല്ല, വളരെ ഇതാണ്. പിന്നെ ഇളക്കാനും തുറക്കാനൊക്കെ ആയിട്ട് അതിനാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ മനോഹരമായ ഒരു ഫോൺ, വെറൈറ്റി ഫോൺ. എന്താ ലുക്ക്, എന്ത് രസം. നീ മറ്റേ യൂസ് ചെയ്തിട്ട് വന്നിരുന്ന് കൊല്ലും എന്തിനാണെങ്കിലും, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫോണിൻ്റെ ഫോം ഫാക്ടറും മറ്റൊന്നും ഒരു രക്ഷയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രീ ഓർഡർ ചെയ്യൂ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യണമെങ്കിൽ മാസം 5000 എടുത്താൽ മതി. പിന്നെ മറ്റേ വാച്ചിനും ബണ്ടിലായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ പുല്ല് വാച്ചില്ലേ, വാച്ച് അൾട്രേ, അതിന് 6500 രൂപ കുറയും. അങ്ങനെ എന്തിനൊക്കെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ പോയി മേടിച്ചോളി, അതൊക്കെ കണ്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈജിയിലും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ദുബായിലാണെങ്കിൽ എല്ലായിടത്തും കിട്ടും. സാംസങ്ങിൻ്റെ ഷോറൂമിൽ കിട്ടും. ഇവിടെ മൈജിയിൽ നിന്ന് ഷറഫ് DG ഉണ്ട്, ജംബോ ജെറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, നൂണുണ്ട്. പിന്നെ ദുബായിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, ഇതൊരു 2 മാസം കഴിയുമ്പോൾ വില കുറയും. ഇപ്പോൾ തന്നെ 6000-ന് ഇറങ്ങിയ S26 അൾട്ര 3500 രൂപയായി. അപ്പോൾ നിങ്ങളൊന്നത് മനസ്സിലാക്കിയാൽ മതി. ദുബായിലുള്ളവർ കേട്ടോ. നാട്ടിലുള്ളവർ ഒരു ഇതുമില്ല, നടക്കേ ഇനി ഇത് കൂടത്തേ ഉള്ളൂ. നാട്ടിൽ അതാണ് അവസ്ഥ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത്യാവശ്യം വില കുറയും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക.
എന്ന് പറഞ്ഞിട്ട് ദുബായിൽ നിന്ന് എടുത്തിട്ട് നാട്ടിൽ കൊണ്ട് അതൊന്നും നടക്കില്ല. ഇവിടെ ഇൻ്റർനാഷണൽ വാറണ്ടി ഒന്നും ഇല്ല. എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വരണം, വല്ല ലൈനാ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം സർവീസ് തന്നെ ഏട്ടാ. ഇൻ്റർനാഷണൽ വാറണ്ടി ഒന്നും ഇല്ല, മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ലോക്കൽ കിട്ടും. ഇത് ക്ലിയർ? ഓക്കെ, ശരി എന്നാൽ.